സോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് വിചാരിക്കുന്നത് കേട്ടോ. പുതിയൊരു വീഡിയോ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സും അത് മാത്രമല്ല കുറച്ച് യു കെയിലെ ചെറിയ ചെറിയ ന്യൂസുകളും ഞാൻ നിങ്ങളുടെ മുന്നോട്ട് കൊണ്ടുവരുവാണ്. അപ്പോൾ 4 ദിവസമായി വീഡിയോ ഇട്ടിട്ട് വേറെ ഒന്നുമല്ല, നിങ്ങൾ ചിലർക്കെങ്കിലും അറിയായിരിക്കും, നമ്മൾ യൂറോപ്യൻ ഡ്രീംസ് ലിമിറ്റഡ് എന്നുള്ള നമ്മുടെ കമ്പനി ഒരു ഇവൻറ്റ് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഇവൻറ്റ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. സോ അതിൻ്റെ വൻ തിരക്കുകളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മുടെ അജയൻ്റെ 2ാം മോഷണം എന്നുള്ള പടത്തിൻ്റെ ഇവൻ്റാണ് മാഞ്ചസ്റ്റർ വിത്തിൻ ഷോ ഫോറം സെൻറ്ററിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. യൂറോപ്യൻ ഡ്രീംസ് ലിമിറ്റഡ് ആണ് നമ്മൾ അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാമാണ്. ഇതിനുശേഷം ഇതേപോലുള്ള കുറച്ച് പ്രോഗ്രാംസ് വരുന്നുണ്ട്. ഞാനിത് എന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പണ്ടത്തെ ഫോളോവേഴ്സ് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ഒരു വിഷൻ, നമ്മളുടെ ഒരു മിഷൻ എല്ലാം നമ്മൾ വളരുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാരും വളരുക എന്നുള്ളത്. ഇപ്പം ഇത് നമ്മളിപ്പോൾ ഈ ഒരു ഇവൻറ്റ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഉറപ്പില്ല. തീർച്ചയായിട്ടും അത് ആരെക്കൊണ്ടും പോസിബിൾ ആകാത്ത കാര്യമാണ്. പക്ഷേ എൻ്റെ ചുറ്റുപാടുള്ള നമ്മളുമായിട്ട് നിൽക്കുന്ന കുറച്ച് പയ്യന്മാർക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതികൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർക്ക് ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുമാത്രമല്ല, ഇതിപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ ഒരു സ്പോൺസർഷിപ്പ് ലൈസൻസ് ഒക്കെ കൊടുക്കാനായിട്ടുള്ള ഒരു വിസ കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇവൻ്റ് നടക്കുന്നത് മാഞ്ചസ്റ്റർ വിത്തിൻ ഷോ ഫോറം സെൻറ്ററിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ടോവിനോനെ നേരിട്ട് കാണാൻ, അതുപോലെ RJ മിഥുൻ വരുന്നുണ്ട്, ജിതിൻ ലാൽ വരുന്നുണ്ട്, പിന്നെ സസ്പെൻസ് ആയിട്ടുള്ള 2 മറ്റതിഥികളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് പരിപാടികളെല്ലാം ഉണ്ട്. അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാഞ്ചസ്റ്ററിലേക്ക് വരിക. വളരെ ചീപ്പായിട്ടുള്ള, വളരെ റേറ്റ് കുറഞ്ഞ രീതിയിലുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ടിക്കറ്റ്സ് ആണ്. £5 നമ്മൾ ടിക്കറ്റ്സ് വെച്ചിരിക്കുന്നത്. ഒരിക്കലും ഇവിടുത്തെ ഏതെങ്കിലും ഇവൻറ്റിന് അങ്ങനെ £5 ഇത്രയും വലിയ ആർട്ടിസ്റ്റുകൾ വരുന്ന ഇവൻറ്റിന് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അപ്പോൾ നിങ്ങൾക്ക് അവസരം ഉണ്ട്. അപ്പോൾ വരിക. ആദ്യമായിട്ട് ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ട് കൊച്ചു സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലിലേക്ക് എനേബിൾ ഷെയർ ചെയ്യാം. സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സ് നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറേ ന്യൂസുകളാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ UK എന്ന മഹാരാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ UK വോട്ട് ചെയ്യാൻ റൈറ്റ്സ് ഉള്ള വ്യക്തികളായിരിക്കുമ്പോൾ, UK ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാത് കൂർപ്പിച്ച് കേട്ട് ഇരിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, പലതും നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. പല കാര്യങ്ങളും അത് ഓരോന്നോരോന്നും പറഞ്ഞ് ഞാൻ ഇതാകുന്നില്ല, എങ്കിൽ കൂടി നമ്മൾ പലതും അറിയണം എന്നുള്ളതാണ്. സോ ഇത് ഡെയിലി മെയിലിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ട്. ഡെയിലി മെയിൽ മാത്രമല്ല, ഒരുപാട് ന്യൂസുകൾ വന്നിട്ടുണ്ട്. ഇമിഗ്രേഷൻ സീൻ ആസ് ദ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ഫേസിങ് ബ്രിട്ടൻ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ നിയർലി എ ഡെക്കേഡ്, പോൾസ് ഫൈൻസ് എന്നുള്ള രീതിയിലാണ്. നമുക്ക് റീസെൻ്റ്ലി കുറച്ച് കലാപങ്ങൾ, ചെറിയ പ്രക്ഷോഭങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇല്ല, അന്ന് ഒരു 3-4 ദിവസം ഉണ്ടായിരുന്നു. പിന്നെ അത് ഏകദേശം എല്ലാം കൊണ്ട് തീരുമാനമായി. നമ്മുടെ ഗവൺമെൻറ് നല്ല രീതിയിൽ അത് എന്താ പറയുക, 2 സൈഡിൽ നിന്നുള്ള പ്രൊട്ടസ്റ്റുകളും ഇപ്പോൾ ഇല്ല, അത് കുറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ബ്രിട്ടൻ ജനതയ്ക്ക് ഒരു എന്താ പറയുക, ഒരു ഒപ്പീനിയൻ പോളിലൂടെ അവർ ജനവികാരം എന്താ പറയുക രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതായത് നമുക്ക് ഒരു ഒപ്പീനിയൻ പോൾ പോലെ ചെയ്തതിൽ ഏകദേശം 34% ആൾക്കാർ വോട്ട് ഇല്ലെങ്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ ഇമിഗ്രേഷൻ അതൊരു ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ആണ് എന്നുള്ള രീതിയിലാണ്. അതിന് മെയിൻ കാരണമായിരിക്കുന്നത് റീസെൻ്റ്ലി നടന്നിട്ടുള്ള UK കലാപങ്ങൾ. ഇതൊക്കെ തന്നെയാണ് ബ്രിട്ടനിലെ ജനതയെ, ഇല്ലെങ്കിൽ 34% വരുന്ന ജനതയെ മാറി ചിന്തിക്കാനായിട്ട്, ഇല്ലെങ്കിൽ മറ്റൊരു വികാരം അവിടെ രൂപം കൊണ്ടുവരുന്നു എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ പോളുകളിലൂടെ നമുക്ക് മനസ്സിലാവുന്നു. ഓക്കെ, ഇമിഗ്രേഷൻ വർദ്ധിക്കുന്നത് എല്ലാവർക്കും തന്നെ ഒരു ആശങ്ക രേഖപ്പെടുത്തിയിരിക്കുന്നു. എല്ലാവരും ഇപ്പോൾ ഒരുവിധം കുറേ ന്യൂസുകളിലെല്ലാം ഇമിഗ്രേഷൻ ഇഷ്യൂ അത് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു ഗവൺമെൻറ് അടുത്ത്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു കൂടുതൽ വിഷയങ്ങൾ ഇനി ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം, ബ്രിട്ടനിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള നിയമമാറ്റങ്ങളെല്ലാം ഇവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനിയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും UK ഒരാൾക്കും വരാനായി സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ അത്യാവശ്യം കഠിനമായ നിയമങ്ങളാണ്. ഡിപ്പെൻഡൻസ് ഇല്ല, അതുപോലെ തന്നെ നമ്മുടെ സാലറി ത്രെഷോൾഡ് ഉയർത്തിയിരിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും, സ്റ്റുഡൻസിന് ഡിപ്പെൻഡൻസ് ഇല്ല, അങ്ങനെ പല കാര്യങ്ങളും നമുക്കറിയാം ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും
ഇവിടെയൊക്കെ ഇപ്പം തന്നെ ഇവിടെയുള്ള ഇമിഗ്രേഷൻ്റെ അളവ് വലിയ രീതിയിൽ കുറഞ്ഞിരിക്കുന്നു എന്ന് കഴിഞ്ഞ 4 ദിവസം മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ജോബ്സ് വിസ ഫയൽ ചെയ്യുന്നവരും സ്കിൽഡ് വർക്ക് വിസ ഫയൽ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വലിയ രീതിയിൽ കുറവ്, സ്റ്റുഡൻസിൽ 40% കുറവ്, ഇതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു വലിയൊരു മൈഗ്രേഷൻ, ഒരു 10% ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ന്യൂസുകളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിലും മറുവശത്ത് ഒരു 34% UK ബ്രിട്ടൻ ജനങ്ങൾ ഈ ഒരു ഇമിഗ്രേഷനെതിരെ വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന് വലിയ കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും UK ഇല്ലീഗൽ മൈഗ്രേഷൻ അത് വലിയ രീതിയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാനായിട്ട് നമുക്ക് അറിയുന്നത്. ഈ ന്യൂസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. More than 700 migrants arrived in UK in 11 boats in a single day. ഓക്കെ, സോ ഒരു ദിവസം തന്നെ 700 മൈഗ്രൻസ് 11 ബോട്ടുകളിലായിട്ട് UK കടന്നു. UK സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന ശേഷവും ഈ ഒരു എന്താ പറയുക, ഈ ഒരു പ്രശ്നം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് വലിയൊരു ആശങ്കയാണ്. കാരണം പുതിയ ഗവൺമെൻറ് വന്നുടൻ തന്നെ നമുക്കറിയാം ബോർഡർ ഫോഴ്സും കാര്യങ്ങളെല്ലാം വലിയ രീതിയിൽ അവർ എന്താ പറയുക വിനിയോഗിക്കുകയും കാര്യങ്ങളും പുതിയ ബോർഡർ കമാൻഡിനെ നിയന്ത്രിക്കും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇങ്ങോട്ടുള്ള കുത്തൊഴുക്ക് വലിയ രീതിയിൽ കൂടുന്നു. അതിനെ തടയാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ യൂസ് ചെയ്യുന്ന ആൾക്കാരും ആ വെള്ളത്തിൽ വീണ് 2 ആൾക്കാർ മരിച്ചു എന്നുള്ള ന്യൂസുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ വർദ്ധിക്കുന്നു ലേബർ ഗവൺമെൻറ് വന്ന സമയത്ത്. കാരണം ഇമിഗ്രേഷൻ നമുക്കറിയാം സ്ട്രിക്റ്റ് ആക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഇല്ലീഗൽ മൈഗ്രേഷന് എനിക്ക് തോന്നുന്നത് ബാധകമാവും തോന്നുന്നില്ല. കാരണം വെച്ചാൽ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് പറയട്ടെ, നമുക്കറിയാം ലീഗൽ ഇമിഗ്രേഷൻ്റെ കേസിൽ അത് എന്താ പറയുക, ലീഗൽ ഇമിഗ്രേഷൻ്റെ കേസിലും ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. ലീഗൽ ഇമിഗ്രേഷൻ ബിസിനസ്സുകൾ, ഇവിടെയുള്ള ബിസിനസ്സുകൾ ആവശ്യപ്പെടുന്നു പുറത്തുനിന്നുള്ള ട്രെയിൻഡ് സ്റ്റാഫ്സിനെ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ. ഒരു വശത്ത് ഇമിഗ്രേഷനെതിരെ വോട്ടുകൾ രേഖപ്പെടുത്തുന്നു, ചെറിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ വരുന്നു, മറുവശത്ത് ഇല്ലീഗൽ ഇമിഗ്രൻസ് വർദ്ധിക്കുന്നു. ഇപ്പുറത്ത് ലീഗൽ മൈഗ്രേഷൻ കുറയ്ക്കാനായിട്ടും നമ്മുടെ പുതിയ ഹോം സെക്രട്ടറി എറ്റി കൂപ്പറിൻ്റെ നേതൃത്വത്തിൽ നമുക്കറിയാം കുറച്ചധികം IT അതുപോലെ തന്നെ IT ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള ആൾക്കാരെ എടുക്കുന്നത് പുറത്തുനിന്ന് കുറയ്ക്കും, സ്കിൽ ഇംഗ്ലണ്ടിൽ നിന്നുള്ള പദ്ധതിയിലൂടെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു. അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ അപ്സ്കിൽ ചെയ്യുക എന്നുള്ളൊരു പദ്ധതിയാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഈ പദ്ധതികളൊക്കെ എത്രത്തോളം നടക്കുമെന്ന് അറിഞ്ഞൂടാ. എന്നാൽ ഇവിടുത്തെ ബിസിനസ്സുകൾ ഡിമാൻഡ് ചെയ്യുന്നു, ഫോറിൻ വർക്കേഴ്സിനെ ആവശ്യമുണ്ട്, ഫോറിൻ വർക്കേഴ്സും അതുമാത്രമുള്ള സ്റ്റുഡൻസിന് ആവശ്യമുണ്ട്. കാരണം ഇവിടെയുള്ള സ്റ്റുഡൻസ് ഏകദേശം 35 ബില്യൺ അല്ലെങ്കിൽ 135 ബില്യൺ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിന് ഇവിടെ എന്താ പറയുക പൈസ നേടിക്കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പൈസകൾ അവർ നഷ്ടമാക്കി. കാരണം ഈ ഡിപ്പെൻഡൻറ്റ് വിസ നിർത്തലാക്കിക്കൊണ്ട് തന്നെ 40% കുറവ്, അതുമാത്രമല്ല ജോലി കിട്ടാനുള്ള സാധ്യതകൾ നമുക്കറിയാം ഈ സാലറി ത്രെഷോൾഡ് വന്നപ്പോൾ അത് കുറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്ച്വലി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരു സൈഡിൽ നിന്ന് അരങ്ങേറുന്നു, നമുക്ക് മറു സൈഡിൽ ഇതേപോലുള്ള നിയമങ്ങൾ കടുപ്പിക്കാനായിട്ട് നോക്കുന്നു, അപ്പുറത്ത് ഇല്ലീഗൽ ഇമിഗ്രേഷൻ കയറുന്നു. അതുപോലെ തന്നെ നമ്മുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വശത്ത് ഇവിടെ ഇമിഗ്രേഷനെതിരെ വോട്ടുകൾ രേഖപ്പെടുത്തുന്നു. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് പ്രഷറിലാണ്. തീർച്ചയായിട്ടും ഇമിഗ്രേഷൻ ആണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് കൺസേൺ. സോ അതുകൊണ്ട് തന്നെ അത് കുറയ്ക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. തീർച്ചയായിട്ടും ഇനി ഒരു നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും, വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടാവുക എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഇന്നത്തെ ന്യൂസുകളിൽ മറ്റൊരു കാര്യം കൂടി നമുക്ക് നോക്കേണ്ടത് UK എക്കണോമി അത് റിക്കവർ ചെയ്തു വരുന്നു എന്നുള്ളൊരു ഗുഡ് ന്യൂസും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും UK ജീവിക്കുന്ന ആൾക്കാർ നമുക്കറിയാം ഇവിടെയുള്ള ഇപ്പോൾ വിലക്കയറ്റമാണെങ്കിലും ഇൻഫ്ലേഷൻ എന്ത് തന്നെയാണെങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ് കുറയുവാണെങ്കിലും കൂടുകയാണെങ്കിലും നമ്മൾ വലിയ രീതിയിൽ അത് എന്താ പറയുക നമുക്ക് കിട്ടുന്നൊരു സംഭവമാണ്. സോ അതുകൊണ്ട് തന്നെ UK എക്കണോമി ഗ്രോത്ത് കൺട്രി മുന്നോട്ട് കുതിക്കുന്നു എന്നുള്ള ഒരു ചെറിയ രീതിക്കാണെങ്കിലും മുന്നോട്ട് കുതിക്കുന്നു എന്നുള്ളൊരു ഗുഡ് ന്യൂസും കൂടി നമുക്ക് ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്നത്തെ റെഗുലർ അപ്ഡേറ്റ് ആണ്. അതുമാത്രമല്ല നമ്മുടെ പ്രോഗ്രാമിന് മാഞ്ചസ്റ്ററിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ UK ആൾക്കാർക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ടിക്കറ്റ് ലിങ്ക് താഴ്ത്ത് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് നേരിട്ട് കാണാം, എല്ലാവർക്കും കാണാം. ഓക്കെ, ബൈ.